അല്ല, പഴയ പാലം നിലനിർത്തും, മനസ്സിലായില്ലേ? അത് പിന്നെ ഗതാഗതത്തിന് തടസ്സമില്ലാത്ത രൂപത്തിൽ അത് സംരക്ഷിച്ച് പോകണം. ഇപ്പോൾ KSTPക്കാർ താൽക്കാലികമായിട്ട് പഴയ പാലത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഡാമേജുകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിഹരിച്ച് ഒരു ഓവർലാപ്പിംഗ് അതിൻ്റെ മുകളിൽ നടത്തും. പിന്നീട് അത് ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് സംരക്ഷിച്ച് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ പാലം വന്നു, ഇനി പഴയ പാലം ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ അത് നാശത്തിലേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു ജോലി എന്നുള്ള നിലക്ക് ആ പഴയ പാലം ഒരു ഓവർലാപ്പിംഗ് ചെയ്തിട്ട് ഗതാഗതത്തിന് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ കാര്യം അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ല, ഈ പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടുകൂടി അത് ക്ലിയറാക്കും. അതിപ്പോൾ ഇത് മാത്രമല്ല, പല ഭാഗത്തും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ യോഗം വിളിച്ചത് ഈ റോഡിൽ വിളിച്ച വന്നത് നേരിട്ട് കാണാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. ഇപ്പോൾ കച്ചേരിക്കുന്ന് ഒരു ജംഗ്ഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ സിഗ്നലും മറ്റു തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതിന് സാധ്യതമായ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് വേണ്ടിയാണ്. അപ്പോൾ റോഡിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് അതുകൂടി നിശ്ചയിക്കപ്പെട്ട പ്രകാരം പൂർത്തിയാക്കണമെന്നുണ്ട്. മറ്റൊന്ന് ലിങ്ക് റോഡുകളുണ്ട്, ചെറിയ ഉള്ളിൽ നിന്ന് ലിങ്ക് റോഡുകൾ വന്നു ചേരുന്നുണ്ട്. ചില ഭാഗത്ത് അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചില ഭാഗത്ത് പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ ഉയർന്ന് ഇറങ്ങി വരികയാണ് ഈ ഹൈവേയിലേക്ക്. അവിടുന്ന് വണ്ടി സ്പീഡോടുകൂടി വന്ന് ഈ റോഡിൽ കൂടെ സ്പീഡ് അടിച്ചപ്പോൾ നിയന്ത്രിച്ചാൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലക്ക് ലിങ്ക് റോഡിൽ വന്ന് ചേരുന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെൻറ്ററുകളിലും ആവശ്യമായുള്ള സേഫ്റ്റി മെഷേഴ്സ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വെക്കണം. അതുമാത്രമല്ല, ചില ഭാഗത്ത് ഡിവൈഡറുകളും വരണം. ഡിവൈഡറുകൾ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിവൈഡറുകൾ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച കാര്യമില്ല. കാരണം അങ്ങേ പറഞ്ഞ റോഡ് വന്ന് ചേരുകയാണ്, ഇവർക്ക് അങ്ങോട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ ഡിവൈഡർ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ തന്നെ ഇവരുടെ ഒരു DPR അനുസരിച്ചുകൊണ്ട് ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ DPR അതില്ലെങ്കിലും വാഹനങ്ങളിപ്പോൾ കൂടുതൽ ഓടാൻ തുടങ്ങി, സഞ്ചാരയോഗ്യമായ റോഡ് വന്നു, സ്പീഡിൽ വന്നു, ചിലയിടത്ത് അപകടങ്ങളുണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഭാഗങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് വേണം. ചില പ്രദേശങ്ങളിൽ ഇത് വന്നില്ല, ഡ്രൈനേജ്. ആ ഡ്രൈനേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നത്, ചമ്മണ്ണൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത്. അതുപോലെ തന്നെ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, പ്രധാനമായില്ല. മെഡിക്കൽ കോളേജ് ഇപ്പോൾ വളരെ ലൈവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് വാഹനം അങ്ങോട്ട് കയറാനും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരാനും കഴിയുന്ന രൂപത്തിൽ അവിടെ കുറച്ചും കൂടി ഗ്യാപ്പ്. അതുപോലെ തന്നെ ചില പള്ളി അല്ലെങ്കിൽ അമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ആളുകൾക്ക് കയറി പോകാൻ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കയറി പോകാനുള്ള ഒരു അവസരം ഈ എന്താ പറയുക, ഗ്യാപ്പ് ഇട്ടിട്ട് കയറ്റി കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം.